ഇന്നും യാത്രക്കാരെ വലച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്. കണ്ണൂരിൽ നിന്നുള്ള 5 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളും നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള 5 വിമാനങ്ങളും റദ്ദാക്കി. കണ്ണൂരിൽ നിന്ന് ഫെലിക്സ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. നിരന്തരമായി നമ്മുടെ മലയാളികളെയൊക്കെ ഒരുപാട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ഒരു വിശദീകരണം ഈ കമ്പനി അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അവരാരും പ്രതികരിച്ചിരുന്നില്ലല്ലോ. മോദി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പണിമുടക്ക് പിൻവലിച്ചു എന്ന് പറയുമ്പോഴും ഈ സർവീസ് കൃത്യമായി പുനഃസ്ഥാപിക്കാൻ ഇപ്പോഴും എയർ ഇന്ത്യ എക്സ്പ്രസിന് കഴിയുന്നില്ല എന്നതാണ്. ഇന്നലെ രാത്രിയാണ് ഈ സമരം അവസാനിപ്പിക്കുന്നതായി എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ അറിയിച്ചത്. എന്നാൽ ജീവനക്കാരൊന്നും കൃത്യമായി എത്താത്തതിനാലാണ് ഇപ്പോൾ സർവീസ് മുടങ്ങിയത് എന്നതാണ് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് വിശദീകരിക്കുന്നത്. അതായത് ഇന്നലെയും കഴിഞ്ഞ ദിവസവും ഒക്കെ തന്നെ സർവീസുകളൊക്കെ മുടങ്ങിയിരുന്നു. ഇന്നലെ വൈകുന്നേരവും ഈ പണിമുടക്ക് പിൻവലിച്ചെങ്കിലും ഇന്നലെ വൈകുന്നേരം തന്നെ ഇന്നത്തെ സർവീസ് മുടങ്ങും എന്നൊരു അറിയിപ്പ് യാത്രക്കാർക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് കൂടുതൽ യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തിയിട്ടില്ല. ഏതായാലും യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദുബായിലേക്കും മസ്കറ്റ്, ദമാം തുടങ്ങിയ ഇടങ്ങളിലേക്ക് ഇന്ന് സർവീസ് നടത്തേണ്ട വിമാനങ്ങളാണ് ഇന്നിപ്പോൾ സർവീസ് റദ്ദാക്കിയിട്ടുള്ളത്. അത് തീർച്ചയായും യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ കൃത്യമായി യാത്രക്കാർക്ക് വിസ അടക്കം കാലാവധി തീരാനുള്ള യാത്രക്കാർക്കടക്കം അവിടേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നെങ്കിലും എത്താൻ കഴിയും എന്നതായിരുന്നു പ്രതീക്ഷ, പ്രത്യേകിച്ചും ഈ സമരം പിൻവലിച്ച സാഹചര്യത്തിൽ. പക്ഷേ അതുപോലും സാധിക്കുന്നില്ല എന്നതാണ്. ഇനിയിപ്പോൾ സമരം ഇന്നലെ പിൻവലിച്ച സാഹചര്യത്തിൽ ജീവനക്കാരെത്തി സർവീസുകൾ ആരംഭിക്കേണ്ടതുണ്ട്. അതിപ്പോൾ ഒരുപക്ഷെ നാളെയോ മറ്റോ സർവീസ് തുടങ്ങുമായിരിക്കും. പക്ഷെ അക്കാര്യത്തിലൊരു വ്യക്തത ഇതുവരെയും എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ നൽകിയിട്ടില്ല.